ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാ ഞാൻ ഈ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത്. പഴയ കാമുകിയായിട്ടൊന്ന് കാണണ്ട സർ, എന്നാലും നിന്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് എന്നെ കണ്ടൂടെ? എന്തും സംസാരിക്കാൻ പറ്റുന്ന, പരസ്പരം എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്ത്. പ്ലീസ് ജോബിൻ, അത്രയെങ്കിലും ദയ നീ എന്നോട് കാണിക്കണം. അലീന, സത്യത്തിൽ നീ പറഞ്ഞതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? എനിക്കറിയില്ല അലീന, ഞാൻ നിന്നോട് കൂടുതൽ അടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. എന്തിന്? ഞാൻ മാളുവിനോട് അറിയാതെയെങ്കിലും തെറ്റ് ചെയ്യാണെന്ന് തോന്നിപ്പോകുന്നു. ഓഹോ, മാളുവിനോട് തെറ്റ് ചെയ്യുന്നതിലേ നിനക്ക് കുറ്റബോധമുള്ളൂ. അപ്പോ വർഷങ്ങൾക്ക് മുൻപ് നീ എന്നോട് കാട്ടിയ വലിയ തെറ്റിന് നിനക്കിപ്പോഴും കുറ്റബോധം തോന്നുന്നില്ലേ? എന്താ, ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ നിനക്ക്? ശരിയാ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്ത അത്രയും പൊസസീവായിട്ട് ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൂടിപ്പോയതുകൊണ്ടാണെന്ന് നിനക്കറിയായിരുന്നു. എന്നിട്ടും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ എന്നോട് ക്ഷമിക്കാനോ തയ്യാറായില്ല. നിനക്ക് ബ്രേക്കപ്പ് ആവാൻ ഒരു കാരണം വേണമായിരുന്നു. അതിന് നീ കണ്ടെത്തിയ ഒരു എളുപ്പ വഴിയായിരുന്നു എന്റെ ഈ പൊസസീവ്നെസ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നീ എന്നെ ഒഴിവാക്കി മറ്റൊരു നാട്ടിൽ സെറ്റിലായി. പിന്നെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായി സുഖമായി സന്തോഷമായി അമ്മയോടും ഭാര്യയോടും ഒപ്പം ജീവിക്കുന്നു. പക്ഷെ ഞാനോ ജോബിൻ, ആദ്യമൊക്കെ വാശിയായിരുന്നു. നീയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള വാശി. പക്ഷെ കാലം ഇത്രയും കഴിഞ്ഞിട്ടും എനിക്ക് ആ ട്രോമയിൽ നിന്നും പൂർണ്ണമായി കരകയറാൻ കഴിഞ്ഞിട്ടില്ല. പുറമെ ചിരിച്ചും ബഹളം വെച്ചൊക്കെ നടക്കുമെങ്കിലും എന്റെ ഉള്ളിൽ ഇപ്പോഴും നിരാശയും സങ്കടവും ബാധിച്ചൊരു പെൺകുട്ടിയുണ്ട്. നീ ഇവിടെ സന്തോഷത്തോടെ കഴിയുമ്പോ ഒരു ജീവിതം മൊത്തം നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിൽ കഴിയാ ഞാൻ. നീ എന്നെങ്കിലും ഒരിക്കൽ എന്നെ മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുണ്ടാകില്ലെന്നറിഞ്ഞത് നീ കല്യാണം കഴിച്ച് സെറ്റിലായി എന്ന വാർത്ത അറിഞ്ഞപ്പോഴാ. പിന്നീട് അതിനോട് പൊരുത്തപ്പെടാൻ നോക്കി. മനസ്സുകൊണ്ട് പല പ്രാവശ്യം ബോധപൂർവം നിന്നെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ ജോബിൻ, ഞാൻ വളരെ സിൻസിയറായി പറയുന്നു, ഈ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്റെ ഒരു പ്രസൻസ് എപ്പോഴും എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. അത്രയെങ്കിലും എനിക്ക് അവകാശമില്ലേ ജോബിൻ? അലീന, ഞാൻ സോറിഡാ, എനിക്കറിയാം നിന്റെ പ്രശ്നങ്ങള്. നിന്നെ പോലെ സിൻസിയറായ ഒരാൾക്ക് ലൈഫ് പാർട്ട്ണറെ ഒരിക്കലും വഞ്ചിക്കാൻ കഴിയില്ല. വഞ്ചിക്കണമെന്ന് ഞാൻ പറയേയില്ല. പക്ഷെ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിനോട് ഒരല്പം കെയറും കൺസിഡറേഷനും കാണിക്കേണ്ടതിൽ എന്തിനാ നിനക്കിത്ര ഗിൽറ്റ് തോന്നുന്നേ? ഞാൻ നിന്റെ കുടുംബജീവിതം തകർക്കാൻ വന്നൊന്നല്ല. ട്രസ്റ്റ് മീ, എനിക്ക് നിന്റെ പ്രസൻസ് മാത്രം മതി. അതിൽ ഞാൻ ഹാപ്പിയാ. അലീന, ഐ എം സോറി, നിന്നെ വേദനിപ്പിച്ചതിന്. കം, നമുക്ക് പോവാം. ഈ ക്ഷണം ആത്മാർത്ഥമായിട്ടാണല്ലോ അല്ലേ? ഇനിയിപ്പോ നിനക്ക് കുറ്റബോധത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നീ വാ. ഹലോ, എന്താണൊരു ഗൗരവം? ഞാൻ പറഞ്ഞ നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തോ? എങ്കിൽ ഐ എം സോറി. എന്താ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാൻ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിനക്ക് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നുവെച്ചാ? പണ്ട് നീ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒറ്റ നിൽപ്പിന് നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറയും, ഷൗട്ട് ചെയ്യും, കരയും. ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ലെന്നൊക്കെ വലിയ വായിൽ പ്രതിജ്ഞ ചെയ്യും. പക്ഷെ ഏറിയാൽ 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് ആദ്യം പറയുന്നത് സോറി ആയിരിക്കും. അതല്ലേ മിസ്റ്റർ ഞാൻ പറഞ്ഞത്.
ഡോക്ടർ ജോബിൻ മാറിയതുപോലെ എനിക്കത്ര പെട്ടെന്ന് ആ കാലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ നിനക്കത്? അതോ ഇപ്പോഴും പഴയ കാമുകിയെ അടുത്തിരുത്തി ഡ്രൈവ് ചെയ്യുന്നതില് മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല അലീന. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതിലൊരു ശരിയുണ്ട്. മാളുവിനെ ഫേസ് ചെയ്യുമ്പോൾ ആ ശരി തെറ്റായി പോയെന്നൊരു തോന്നല്, അത്രേ ഉള്ളൂ. എന്നാ എന്റെ സെയിന്റിന് ആ പേടി വേണ്ട. കെട്ടിയോളെ വഞ്ചിക്കണമെന്നൊന്നും അലീന ഒരിക്കലും നിന്നോട് ആവശ്യപ്പെടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അറ്റൻഷൻ അതെനിക്ക് അവകാശപ്പെട്ടതാ. 99% നീ ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചോളൂ. പക്ഷേ ബാക്കി 1% അത് എന്റെ സൗഹൃദത്തിന്റെ അവകാശം. ആ കോർണർ എനിക്കായി എപ്പോഴും ഒഴിച്ചിട്ടിരുന്നാ മതി. എന്താ അങ്ങനെ ചെയ്യില്ലേ നീ? ചിരിക്കാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം മിസ്റ്റർ. ഉത്തരവ് പോലെ പോരെ? ഇപ്പോഴാ നീ നല്ല കുട്ടിയായത്. ദേ, നീ വണ്ടി അവിടെ നിർത്തിയാ മതി. എന്താ ഹോസ്റ്റലിനെ കയറ്റി നിർത്തിയ? അത് വേണ്ട. അവിടുത്തെ വാർഡിനൊരു പച്ചുറുമ്പ ചുമ്മാ ചൊറിയാൻ വരും. പിന്നെ വീട് തപ്പിയെടുക്കുന്നതിന് മുന്നേ പെട്ടിയും കിടക്കെടുത്ത് എനിക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. Okay dear. See you tomorrow. Bye. ബൈ. അതെ, ആ 1% കാര്യം മക്കള് മറക്കണ്ട. അവിടെ മോക്കിപ്പൈ ചെയ്യാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. കെട്ടിയോളോട് പുന്നാരം പറയുമ്പോ അതൊന്ന് ഓർത്തിരിക്കണേ. ഒന്ന് പോടി. ശരി. ഓക്കെ, ബൈ. താൻ പഠിക്കണോ? എങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നടക്കട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. BP പറഞ്ഞോ? അതെ, എപ്പോഴും ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കായിട്ട് മല്ലടിക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നെയല്ല, അത് കണ്ണിന് സ്ട്രെയിനാ. ഇടയ്ക്കൊരു 5-10 മിനിറ്റൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാം. കുറച്ച് സമയം കണ്ണടച്ച് വെറുതെ ഇരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ആവും. ഇത് പറയാനാണോ BP ഇപ്പൊ വന്നത്? ശരി, അഡ്വൈസ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പറയാമെന്നത് വേറൊരു കാര്യാ. ഇവിടെ വന്ന് നിന്റെ ഈ സ്ട്രെയിൻ കണ്ടപ്പോ ആദ്യം ഒരു സ്പൂൺ ഉപദേശാവാന്ന് കരുതി. എങ്കിൽ പറയാമെന്ന കാര്യം പോരട്ടെ. നമ്മള് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോ? അതിനെപ്പറ്റിയാ പറയാമെന്നത്. പറഞ്ഞോ, കാര്യങ്ങൾ എവിടം വരെയായി? ഉടനെങ്ങാനും നമ്മുടെ അനിയത്തിക്കുട്ടി ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതത്ര ഈസി പ്രോസസ് ഒന്നും അല്ല അപ്പോ. ഈ അഡോപ്ഷന് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നിയമപ്രകാരം ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അഡോപ്ഷന് പകരം ഫോസ്റ്റർ കെയറിലൂടെയാണ് നമ്മൾ കുഞ്ഞിനെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാ അച്ഛനമ്മമാർ അപകടത്തിൽപ്പെട്ട് മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്ത് അനാഥരാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് വളർത്താമെന്ന് നിയമപ്രകാരം സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ചുനാള് അവരുടെ പേരന്റ്ഹുഡ് നമ്മൾ ഏറ്റെടുക്കുകയും നമ്മുടെ സംരക്ഷണയിൽ അങ്ങനെ വളർത്തുന്ന കുട്ടി സുരക്ഷിതമാണെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ ആ കുഞ്ഞിനെ ഇനിയൊരാൾ അന്വേഷിച്ചു വരാനില്ലെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ നമുക്ക് ആ കുഞ്ഞിനെ നിയമപരമായി എല്ലാ അവകാശത്തോടെയും വിട്ടുകിട്ടും. നമ്മുടെ കേസിൽ അങ്ങനെ ഒരു വഴിയാണ് ഞാൻ ശ്രമിക്കുന്നത്. വഴി ഏതായാലും ഓമനിച്ച് വളർത്താൻ ഒരു മോളെ കിട്ടുമല്ലോ. എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ. ഒരു അനിയത്തിയെ കുട്ടിയെ വേണമെന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിലും അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു പെൺകുഞ്ഞിനെ, അല്ലേ VP? കുറച്ച് ദിവസത്തേക്ക് ഒരു അപരിചിതത്വമൊക്കെ തോന്നുമെങ്കിലും പിന്നെ അവളും നമ്മളിൽ ഒരാളായിട്ട് മാറും.
പിന്നെ അങ്ങനെ മാറണമല്ലോ, അല്ലെങ്കിൽ മാറ്റിയെടുക്കണം. അതിനുള്ള കഴിവൊക്കെ വീപ്പിക്കുണ്ട്. ഞാൻ പറയാമെന്നത് അതല്ല. ഫോസ്റ്റർ കെയറിന് നമ്മൾ സ്വീകരിക്കുന്ന കുട്ടിയുടെ പേരിൽ ചില സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ നമ്മൾ ഉറപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഭാവിയിൽ ആ കുട്ടിയെ നമ്മൾ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ നമ്മൾ ചില അസറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യണം. ഒന്നുകിൽ പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായ ക്യാഷ് ഡെപ്പോസിറ്റ്, അങ്ങനെ എന്തെങ്കിലും. അതുകൊണ്ട് നമ്മുടെ അസറ്റ്സിൻ്റെ ആകെ വാല്യൂവിൻ്റെ ഒരു നിശ്ചിത ശതമാനം ദത്തെടുക്കുന്ന കുട്ടിയുടെ പേരിൽ നമ്മൾ ഇൻഷുർ ചെയ്യണം. അവളുടെ പേരിൽ അങ്ങനെ ഒരു ഉടമ്പടി തീർക്കുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് ഉറപ്പാക്കിയല്ലേ പറ്റൂ. അതത്രേ പറ്റൂ. എന്നാലും നിന്നോടൊന്നും ചോദിക്കണമല്ലോ. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ അപേക്ഷ ജെനുവിനാണോ എന്ന് അറിയാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ചിലപ്പോ നമ്മൾ അറിയാതെയാവും അവരത് അന്വേഷിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും അപ്പൂനോട് അച്ഛനമ്മമാർ ഒരു കുഞ്ഞിനെ ഫോസ്റ്റർ കെയറിന് എടുക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോയെന്ന് ചോദിച്ചാൽ നീ ഇല്ലെന്നേ പറയാവൂ. അപ്പോ ഞാൻ വിരോധമുണ്ടെന്ന് പറഞ്ഞ VP-യുടെ ഈ ദത്തെടുക്കൽ പരിപാടി പൊളിഞ്ഞ പാളീസാവും അല്ലേ? എങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാലോ? കണ്ടോ, VP ശരിക്കും പേടിച്ചു. അപ്പോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ VP, ഞാൻ അങ്ങനെ വിരോധമുണ്ടെന്ന് പറയുമെന്ന് VPക്ക് തോന്നുന്നുണ്ടോ? അവള് വരേണ്ടത് എന്റെയും കൂടി ആവശ്യമല്ലേ? പിന്നെ പാർട്ടീഷന്റെ കാര്യം, VPക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളുടെ പേരിലാക്കിയതിനു ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി. ഇനിയിപ്പോ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും അതിൽ പരാതി പറയാൻ ഞാൻ വരില്ല. അത്രയും ഉറപ്പ് ഞാൻ തന്നാ പോരെ? നീ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയായിരുന്നു. എങ്കിലും എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ VP. ഇപ്പൊ കൺഫ്യൂഷനൊക്കെ മാറിയല്ലോ. ഇനി സമാധാനത്തോടെ പോയിക്കോ. പോയവേ, ഞാൻ പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ പഠിത്തം നടക്കട്ടെ. സോറി നന്ദൻ, വന്നിട്ട് കുറച്ചു നേരം ആയല്ലേ? വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞോ? അത് സാരമില്ല. മാഡത്തിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അതാ കണ്ടിട്ട് പോവാന്ന് വെച്ചത്. പറയൂ, എന്താ വിശേഷിച്ച്? ഒരു നല്ല വാർത്തയാണ്. മാഡത്തിനോടാണ് അത് ആദ്യം പറയുന്നത്. ആഹാ, എങ്കിൽ വേഗം പറഞ്ഞോ. എന്റെ വിവാഹം ഉറപ്പിച്ചു. അതെയോ? കൺഗ്രാറ്റ്സ്. വധു ആ കുട്ടി തന്നെയാണോ? അതെ, നിള തന്നെ. 2 ദിവസം മുമ്പാണ് ഡിവോഴ്സ് കോടതി അംഗീകരിച്ചത്. ഡിവോഴ്സ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആതിരയ്ക്ക് ഒരേ നിർബന്ധം, ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. കുറച്ച് സാവകാശം മതിയെന്ന് ഞാനും നിളയും ആവുന്നതും പറഞ്ഞു നോക്കി. പക്ഷെ അവള് പിടിച്ച പിടിയാലെ നിൽക്ക. പിണക്കമായി, കരച്ചിലായി. ഒടുക്കം പട്ടിണി സമരം കൂടി പ്രഖ്യാപിച്ചതോടെ എനിക്ക് നിരുപാധികം കീഴടങ്ങേണ്ടി വന്നു. അതെന്താ? അതൊരു നല്ല കാര്യമല്ലേ? ഇനിയും നന്ദന്റെ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന അഭിപ്രായം തന്നെയാ എനിക്കും. ഒരു കുടുംബജീവിതത്തെ പറ്റി ആലോചിക്കേണ്ട സമയം ഇപ്പൊ തന്നെ കടന്നു. ഇനി അത് ലേറ്റ് ആക്കണോ? പിന്നെ ആ കുട്ടി നന്ദന്റെ മുറപ്പെണ്ണു കൂടിയല്ലേ? അതെ, തന്നെയല്ല, ശേഖരമാമന്റെ ആരോഗ്യസ്ഥിതിയും വഷളായി വരിക. ഇനിയിപ്പം ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക. എന്തായാലും നന്ദൻ അവരെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കാൻ തോന്നിയല്ലോ, അത് അവരുടെ പുണ്യം. വിവാഹ ജീവിതത്തിന് എന്റെ എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും. താങ്ക് യു മാഡം. ഞാൻ പറയാൻ വന്ന വിഷയം അതുമാത്രമല്ല, ആതിരയുടെ കാര്യം കൂടിയാണ്. ആതിരയുടെ വിവാഹം കഴിഞ്ഞിട്ട് എപ്പോഴായാലും ഞാനൊരു കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നതായിരുന്നു എൻ്റെ തീരുമാനം. അതിപ്പോ അവളായിട്ട് തന്നെ പൊളിച്ച സ്ഥിതിക്ക് പകരം ഒറ്റ കാര്യമേ ഞാൻ അവളോട് ആവശ്യപ്പെട്ടുള്ളൂ. എൻ്റെ വിവാഹത്തിന് മുമ്പ് ആതിരയുടെ കാര്യത്തിൽ ഒരു എൻഗേജ്മെന്റ് എങ്കിലും നടത്തണമെന്ന്. അവസാനം
അവൾക്കത് സമ്മതിക്കേണ്ടി വന്നു. ഈ കാര്യം അപ്പുവിനോടും മാഡത്തോടും നേരിട്ട് കണ്ട് സംസാരിച്ച് തീരുമാനമെടുക്കാൻ ആതിര തന്നെയാണ് എന്നോട് പറഞ്ഞത്. അടുത്ത മാസം അവസാനത്തോടു കൂടിയാണ് ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് സൗകര്യപൂർവ്വം ഒരു ഡേറ്റ് നോക്കി അപ്പുവിൻ്റെയും ആതിരയുടെയും എൻഗേജ്മെന്റ് നടത്താൻ. മാഡം ഒന്നും പറഞ്ഞില്ല. അത് നടത്തുന്നതിൽ എനിക്ക് സമ്മതമേ ഉള്ളൂ നന്ദൻ. പക്ഷേ അപ്പൂനിങ്ങനെ ഒരു അലയൻസ് ഉണ്ടെന്ന് ഇപ്പോഴും വി പിക്ക് അറിയില്ല. ഇത് വി പിയോട് എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാ എൻ്റെ ഒരു പ്രോബ്ലം. അതിലിത്ര കൺഫ്യൂഷന്റെ കാര്യമുണ്ടോ മാഡം? പണിക്കർ സാറിൽ നിന്ന് ഇനി ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതില്ല. എങ്കിലും പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ വി പി അത് ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയില്ല. അതാ എൻ്റെ ടെൻഷൻ. അത് മാത്രമല്ല, ഞാൻ നന്ദനോട് സൂചിപ്പിച്ചില്ലേ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം. വി പിയുടെ മനസ്സിപ്പോൾ അതിൻ്റെ പിന്നാലെയാ. എന്തായി ആ കാര്യം? ഫർദർ ഡെവലപ്മെന്റ്സ് വല്ലതും? ഇല്ല, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പിന്നെ അപ്ഡേഷനൊന്നും ഉണ്ടായില്ല. വീട്ടിൽ ആരെങ്കിലും അതേക്കുറിച്ച് അന്വേഷിച്ചു വന്നിരുന്നു? ഇല്ല. എന്താ നന്ദൻ അങ്ങനെ ചോദിച്ചത്? സാധാരണ ഇത്തരം കേസുകളിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവാറുണ്ട്. അത് ദത്തെടുക്കാൻ തയ്യാറായവരെ അറിയിച്ചുകൊണ്ട് വേണമെന്നൊന്നും നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളോട് പറയാതെ തന്നെ പാരലായി ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അറിഞ്ഞു. വീട്ടിൽ ഞാനും വി പിയും തമ്മിൽ ഗൗരവമുള്ള ഡിസ്പ്യൂട്ട് നടക്കുന്നുവെന്ന് അപ്പുന് സംശയമുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ അപ്പു എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന എൻ്റെ കൺഫ്യൂഷൻ. അപ്പോൾ ഈ എൻഗേജ്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മാഡം? എനിക്ക് കുറച്ച് സമയം തരും നന്ദൻ. എങ്ങനെ ഇത് വി പിയോട് പ്രസന്റ് ചെയ്യാമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മന്ത് എൻഡിലാണ് ഞങ്ങളുടെ വിവാഹം ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരാഴ്ച മുമ്പെങ്കിലും ആതിരയുടെയും അപ്പുവിൻ്റെയും എൻഗേജ്മെന്റ് നടത്തിയാൽ മതി. പക്ഷേ അത് നടക്കാതെ ഞങ്ങളുടെ വിവാഹം നടക്കില്ല മാഡം. ആതിരയ്ക്ക് ഞാൻ ഏട്ടൻ മാത്രമല്ലെന്ന് മാഡത്തിന് അറിയാലോ. അവളുടെ കാര്യത്തിൽ ഞാൻ അത്രയെങ്കിലും ഉറപ്പ് വരുത്തണമല്ലോ. ഏതായാലും ഈ കാര്യം മാഡം ആദ്യം അപ്പുവിനോടൊന്ന് സംസാരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അപ്പുവിനെ വിളിക്കുകയോ നേരിൽ കാണുകയോ ചെയ്യാം. പിന്നെ പണിക്കർ സാറിനോട് ഇത് പ്രസന്റ് ചെയ്യുന്ന കാര്യം അത് അപ്പുവിനെ കൊണ്ട് തന്നെ പറയിക്കുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ നന്ദൻ, ഞാൻ എന്തായാലും അപ്പുവിനോട് ഇന്ന് തന്നെ ഈ കാര്യം സംസാരിക്കാം. എന്നിട്ട് നമുക്ക് കൂട്ടായിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. എന്നാൽ പിന്നെ അത് മതി. ശരി, മാഡത്തിൻ്റെ ജോലി നടക്കട്ടെ. ഞാനും ഇറങ്ങുന്നു. ഞാൻ വിളിക്കാം. ഇത്ര നേരത്തെ? ആ, താനിന്ന് ഒരുപാട് നേരത്തെ ആണല്ലോ. നേരത്തെ ക്ലോസ് ചെയ്തോ? അതെ. എന്തു പറ്റി? നല്ല സുഖം തോന്നിയില്ല, വല്ലാത്തൊരു തലവേദന. എന്നാ പിന്നെ അടുത്ത് ക്ലിനിക് ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി ഡോക്ടറെ കാണായിരുന്നില്ലേ? ഓ വേണ്ട, ഞാൻ ഒരു ടാബ്ലറ്റ് കഴിച്ചു, മാറിക്കോളൂ. എന്നാ ഞാൻ ചൂടായിട്ടൊരു കോഫി എടുക്കാം. ഒന്നും വേണ്ട, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഇതാ, താനൊരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാറുണ്ട്. എടോ, ഞാനിന്ന് വക്കീലുമായിട്ടൊരു ധാരണയിലെത്തിയ കാര്യം അപ്പുവിനോട് പറഞ്ഞു. എടോ, നമ്മുടെ സ്വത്ത് പാർട്ടീഷന്റെ കാര്യേ, അപ്പുവിന് നമ്മൾ എന്ത് കൊടുത്താലും ഓക്കെയാണ്. ഇനി നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും പരാതിയൊന്നുമില്ലെന്നാ അപ്പുവിന്റെ പറച്ചിൽ. അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല, മേജർ ഷെയർ അപ്പുവിന് വേണം. അതെന്താ അങ്ങനെ? അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാ, വി പി അപ്പുവിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലൈഫിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പുവിനൊരു ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?